ഞങ്ങൾ ഇന്നേ വരെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ട് അവിടെ പോയി യൂറിനറി ഡിസ്റ്റൻഷൻ ആയിരുന്നു. കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞ് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ഞാൻ അവിടെ എമർജൻസി കൊണ്ടുപോയപ്പം ഓക്കെ, അവർ കോവിഡിന്റെ എല്ലാ സ്ക്രീനിങ്ങും ചെയ്തു. അതിനകത്ത് കയറിയപ്പം ഏറ്റവും ജൂനിയേഴ്സ് ആയ ഒരു മെയിൽ ഡോക്ടറും ഒരു ഫീമെയിൽ ഡോക്ടറും. എനിക്ക് അവരുടെ പേരറിയായിരുന്നെങ്കിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞേനെ. പക്ഷെ ഇത് കാണുന്ന നിങ്ങൾ ക്വയറി ചെയ്തോളൂ. നാളെ നിങ്ങളുടെ ഫാമിലിയിൽ നമുക്ക് എപ്പം വേണേലും നമുക്ക് എമർജൻസി സംഭവിക്കാം. നാളെ ഞാനൊരു നേഴ്സാണ്, എനിക്കറിയാം മെഡിക്കൽ പ്രൊഫഷനിൽ എന്തൊക്കെ സംഭവിക്കും. ഒരു കേസ് വന്നാൽ അത് എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റുമോ അതൊക്കെ മെഡിക്കൽ പ്രൊഫഷനിൽ പറ്റും. ഞാൻ അത് കണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന 2 പേര് ഓഫീസ് റൂമിൽ ഇരിപ്പുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 നഴ്സുമാരുണ്ട്. പേഷ്യൻസേ ഇല്ല, തിരക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ അവര് ഞാൻ കുഞ്ഞിനെ ഓഫീസിൽ കൊണ്ടു ചെന്നു. അവരൊന്ന് കണ്ടു. ഫിസിക്കൽ എക്സാമിനേഷനോ വൈറ്റൽ സയൻസോ ഒന്നും അന്നേരം എടുത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തി. ഒരു മെയിൽ ഡോക്ടർ വന്ന് കൊച്ചിന്റെ ജസ്റ്റ് കുറെ നേരം, അതായത് യൂറിൻ ഡിസ്റ്റൻഷനുമായിട്ട് വന്ന കൊച്ചിന്റെ ഈ ഹാർട്ട് ബീറ്റ് നോക്കി ഒരു 2 മിനിറ്റ് സ്റ്റെത്തും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഇത് കണ്ടപ്പോഴേ നമുക്ക് കോൺഫിഡൻസ് പോയി. ഒരു ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം, അയാള് ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം. പുള്ളി അന്നേരം കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് നോക്കി അത് നിൽക്കുവാണ്. കുഞ്ഞിന്റെ വയറ് ഇത്രയും ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിനെ പറ്റി അവർ കൺസേൺഡ് അല്ല. കുഞ്ഞ് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഉടനെ അവർ ചെന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ ഇതാണ്, കുഞ്ഞിന് ഞങ്ങള് പെയിൻ കില്ലർ തരാം, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ബില്ലിങ്ങിൽ പോയി ബില്ലടച്ചിട്ട്, അവരുടെ ഏറ്റവും അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബില്ലിംഗ് ആണ്. നിങ്ങൾ പോയി ബില്ലിങ്ങിൽ ബില്ലടച്ചിട്ട് യൂറിന്റെ ലാബിൽ പോയി യൂറിന്റെ ബോട്ടിലും വാങ്ങിച്ച് കുഞ്ഞിന്റെ യൂറിൻ സാമ്പിൾ എടുത്തിട്ടാ, എന്നിട്ട് ഞങ്ങൾ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ എന്റെ അറിവിൽ ഞാൻ പഠിച്ച എത്തിക്സില് ഒരു പേഷ്യന്റ് ഒരു എമർജൻസി എസ്പെഷ്യലി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോ ആ പേഷ്യന്റ് എന്ത് കംപ്ലൈന്റ് കൊണ്ടാണോ വരുന്നത് ആദ്യം അതിനെ മാനേജ് ചെയ്യണം. അതിനാണല്ലോ നമ്മൾ എമർജൻസി എന്ന് വിളിക്കുന്നത്. അത്യാഹിതം എന്ന് വിളിക്കുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് കുഞ്ഞിനെ OPD കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. ഓക്കെ, അത് പോട്ടെ. ഞാൻ എന്നിട്ട് വളരെ പേഷ്യന്റ് ആയിട്ട് ഞാൻ ലാബിൽ ചെന്ന് യൂറിൻ ബോട്ടിൽ വാങ്ങിച്ച് ഈ കുഞ്ഞിനെ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ് എങ്ങനെയൊക്കെ നോക്കിയിട്ട് കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുക, പറ്റുന്നില്ല, പെയിൻ ആണ് കുഞ്ഞിന്, യൂറിൻ പോകുന്നില്ല. ഒരു മനുഷ്യന് യൂറിൻ പാസ് ചെയ്യാത്തപ്പോൾ ഉള്ള വിഷമം എന്താണെന്ന് അനുഭവിച്ചവർക്കും അത് കണ്ടു നിൽക്കുന്ന നഴ്സുമാർക്കും അല്ലെ ഡോക്ടേഴ്സിനും അറിയായിരിക്കും. 3 വയസ്സുള്ള കുഞ്ഞാ അത് കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുവാണത്. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടർ കുഞ്ഞിന് പറ്റുന്നില്ല, കുഞ്ഞ് കരയുക, ഞാനും കരയുക ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട്. ഉടനെ ഒരു നേഴ്സ് വന്ന് എനിക്ക് ക്ലാസ്, അത് നിങ്ങൾ എന്താ കുഞ്ഞിനെ രാവിലെ OPD കൊണ്ടുവരാനത്, ഇതാണെന്നും പറഞ്ഞ് പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു, ഞാനൊരു നേഴ്സാ, എനിക്കറിയാം കുഞ്ഞ് അതുപോലെ സ്ട്രഗ്ലിംഗ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, കുഞ്ഞിന് ഡിസ്കംഫോർട്ട് ഒന്ന് മാറ്റ്. ഒരു പെയിൻ കില്ലർ പോലും കൊടുത്തില്ല. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും നമ്മൾ പെയിൻ കില്ലർ കൊടുക്കും അല്ലേ? അങ്ങനല്ലേ? ഇത് കാണുന്ന മെഡിക്കൽ ഫീൽഡിലുള്ളവർ കമന്റ് ചെയ്യണം പ്ലീസ്. ഓക്കെ, എന്നിട്ട് അവരൊന്നും ചെയ്തില്ല. അവരെന്നിട്ട് പറയുക, ഓക്കെ കുഞ്ഞിന് പാസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സപ്പോസിറ്ററി വെക്കാന്ന്. ഞാൻ സപ്പോസിറ്ററി എന്തിനാ? വയർ ഇത്രയും വീർത്തിരിക്കുന്ന കുഞ്ഞിന് സപ്പോസിറ്ററി എന്തിനാ? അപ്പൊ എന്നോട് പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ് വിവരമില്ലായ്മയുടെ ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. കുഞ്ഞിനപ്പം മോഷൻ പാസ് ചെയ്യാൻ തോന്നും, മോഷൻ പാസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ യൂറിൻ പൊക്കോളുന്ന്. അത് ഏത് മെഡിക്കൽ ഇൻഫോർമേഷൻ ആണ് അവര് അത് പാസ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞിന് മോഷൻ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തോളുന്ന്. ഇത്രയും ഡിസ്റ്റൻഷൻ ഉള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് മോഷൻ പാസ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു, ഈ കുഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോളിഡ് ഫുഡ് കഴിച്ചിട്ടില്ല. ആ കുഞ്ഞിന് എവിടെ നിന്നാണ് മോഷൻ പിന്നെ പാസ്സാവുന്നത്? ഓക്കെ, അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന നോളജ് വെച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ഫീഡിംഗ് ട്യൂബ് ഇട്ട് എങ്ങനെങ്കിലും ഒരു ട്യൂബ് ഇട്ട് യൂറിൻ ഒന്ന് കള, ഈ കുഞ്ഞിന്റെ സ്ട്രഗിളിങ് നിങ്ങൾ കാണും. അപ്പൊ കാണാം വേറെ ഏതോ ഒരു പേഷ്യന്റ്, പ്രായമുള്ള ഒരു അമ്മയാന്ന് തോന്നുന്നു, അപ്പുറത്ത് കൊണ്ടുവന്നു ഒരു മെഡിക്കൽ ഇതായിട്ട്. ഉടനെ ഈ നിൽക്കുന്ന 6 നഴ്സുമാരും കൊതുക് പോകുന്ന പോലെ അവിടെ പോയി നിൽക്കുക കാഴ്ച കണ്ടുകൊണ്ട്. അപ്പൊ ഇവിടെ എന്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്മച്ചി കിടന്ന് നിലവിളിക്കുന്നുണ്ട് വേദനയാന്ന് പറഞ്ഞിട്ട്. അവരെ അറ്റൻഡ് ചെയ്യാൻ ആരെയും ഞാൻ കണ്ടില്ല, എന്റെ കുഞ്ഞിനെ അറ്റൻഡ് ചെയ്യാനും ഞാൻ ആരെയും കണ്ടില്ല. എല്ലാം കൂടെ അവിടെ പോയി കാഴ്ച കാണുക. ഓക്കെ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് എനിക്ക് സപ്പോസിറ്ററി ഓർഡർ ചെയ്യാൻ വേണ്ടി ഫാർമസി ചെന്നപ്പോ ഞാൻ എന്റെ ആസ് എ പേഴ്സൺ, ഞാൻ എന്തോ പ്രൊഫഷനോ ഏത് വ്യക്തിയോ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം വിട്, ഞാൻ എന്റെ ദണ്ണം കാരണം ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, വിവരമില്ലാത്ത കുറെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ആ ഫാർമസിയിൽ നിന്ന് ഒരു വലിയ മഹതിയായ സിസ്റ്റർ കേട്ടോ,
സിസ്റ്റർ സഹനത്തിന്റെ മാതൃകയാണ് സിസ്റ്റർ. സത്യസന്ധത, ആത്മാർത്ഥത, ഇങ്ങനെയൊക്കെ കുറെ ക്വാളിറ്റീസ് പറയുമല്ലോ. ഉടനെ അവരെന്നോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ വിവരമുള്ള ഡോക്ടറിനെ കൊണ്ടുപോയി ഇരുത്താൻ. തറുതല. ആ സിസ്റ്ററിന്റെ മഹത്തായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന സിസ്റ്ററാണ്, ഞാൻ പറയുന്നില്ല. എനിക്ക് നാട്ടിക്കാൻ താല്പര്യമില്ല. അവര് റോക്കറ്റ് അവര് ചെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അവരിത് പറഞ്ഞു കൊടുത്തു. അതായത് അവിടെ ഇപ്പൊ വന്ന പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉള്ള ഡോക്ടേഴ്സിന് വിവരമില്ലെന്ന്. സിസ്റ്റർ കാണിച്ച പരിപാടിയാ, മീഡിയേറ്റർ. ഓക്കെ. എന്നിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോ ഈ കുഞ്ഞിനെ നോക്കിയ ജൂനിയർ 2 ഡോക്ടേഴ്സ് വന്നിട്ട് ഞാനും കുഞ്ഞും നിൽക്കുന്ന പേഷ്യന്റ് സൈഡിൽ വന്നിട്ട്, ഒരു ഡോക്ടേഴ്സും അങ്ങനെ ചെയ്യാൻ പാടില്ല. പേഷ്യൻസും ഇതിലാണ് ഡോക്ടേഴ്സ് നിൽക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സിന്റെ എത്തിക്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അത്രയും വിവരം കാണത്തില്ല. നിങ്ങൾ എന്റെ ഈ കുഞ്ഞിന്റെ അമ്മയായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാനൊരു നേഴ്സോ അല്ല എനിക്ക് വിവരം ഉണ്ടെന്നോ നിങ്ങൾ വിചാരിക്കണ്ട. ഉടനെ അവര് പറയുവാണ്, എനിക്ക് ആ ഡോക്ടേഴ്സിന്റെ പേരറിയത്തില്ല. ഉടനെ അവര് പറയുവാണ്, അങ്ങനെയാണ് ഇവിടെ ഡോക്ടേഴ്സ് MBBS പഠിക്കുന്നത് 7 വർഷം കൊണ്ടാണ്, ഇവിടെ ക്വാളിഫൈഡ് ആണ്. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ ഇപ്പൊ ഇതൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങൾ എന്റെ കുഞ്ഞിനെ മാനേജ് ചെയ്യും, എന്റെ കുഞ്ഞിനെ മാനേജ് ചെയ്യും നിങ്ങൾ. ഞാൻ ഷൗട്ട് ചെയ്തു, കാരണം ആസ് എ മദർ ഞാൻ ഷൗട്ട് ചെയ്തു. അവരത് ഒന്നും ചെയ്യാതെ വന്ന് ഈ പ്രസംഗിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. എന്നിട്ട് ഞാൻ പേരെടുത്ത് പറയും ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയതെന്ന്. ഞങ്ങൾ ഗോകുലത്തിൽ 2 വട്ടം ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ മുമ്പൊരിക്കലും ഇപ്പോഴും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട്, ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞില്ലല്ലേ? പേര് പറയട്ടെ, പിന്നെ പറ. അഞ്ചൽ മിഷൻ ഹോസ്പിറ്റൽ, വേറൊന്നുമല്ല, സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചൽ. കാരണം നാളെ നിങ്ങളുടെ വീട്ടില് നാളെ എന്തെങ്കിലും അത്യാഹിതം, നമ്മൾ അതിൽ നിൽക്കുന്ന ആൾക്കാർ, നാളെ എന്തെങ്കിലും നമുക്ക് ഈ അവസ്ഥയാണ് വരുന്നത്. നാളെ എന്തെങ്കിലും അത്യാഹിതം വന്നാല് അവിടെ കൊണ്ടുപോകരുത്. അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അവിടെ അഡ്മിറ്റ് ആയി വളരെ സ്ലോ പ്രോസസ്സിലാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ പക്ഷെ ഒരിക്കലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോവരുത്. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അറിവിലില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ജീവൻ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ജീവൻ കൊണ്ട് പോലും അങ്ങോട്ട് പോവരുത്, ദയവ് ചെയ്ത്. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഗോകുലത്തിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ചെന്നപ്പോ തന്നെ അവർ എന്റെ അടുത്ത് എന്താണെന്നറിയോ പറഞ്ഞത്? കരയണ്ട, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങളുണ്ട് കൂടെ, എന്തിനാ വിഷമിക്കുന്നേ? കുഞ്ഞിന് എന്ത് എമർജൻസി വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം. ആ ഒറ്റ വേർഡ് മതി. ഞാൻ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തു പൂർണ്ണ വിശ്വാസത്തോടെ. അവര് കുഞ്ഞിന് ഫീഡിംഗ് ട്യൂബ് ഇട്ട് കുഞ്ഞിന്റെ യൂറിനെല്ലാം കളഞ്ഞു, പുറത്തായി. കുഞ്ഞിന് ആശ്വാസമായി. എന്റെ കുഞ്ഞ് കിടന്ന് ഉറങ്ങി സമാധാനത്തില്. റെസ്റ്റ്ലെസ് ആയിരുന്നു എന്റെ കുഞ്ഞ്. അതിനിരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് ആകപ്പാടെ വെപ്രാളം. അത് ഫേസ് ചെയ്യുന്നവർക്ക് ആ വിഷമം മനസ്സിലാവും. എന്നിട്ട് ഈ മിഷൻ ഹോസ്പിറ്റലിലെ ഇവിടുത്തെ അവരുടെ കാണിച്ചതാ, അവര് ഈ കുഞ്ഞിന് ട്യൂബ് ഇട്ടിട്ട് കുഞ്ഞിന് ബ്ലീഡായി. അവര് പറഞ്ഞെന്താണെന്നറിയാമോ? ഒബ്സ്ട്രക്ഷൻ ആണ്, കുഞ്ഞിന് അത്രയും മ്യൂക്കസ് ഉണ്ടെന്ന്. ഗോകുലത്തിൽ പോയതാടോ, ഗോകുലത്തിൽ പോയി. സോറി, ഇടയ്ക്കൊന്ന് കാരണം രാത്രി 12 മണിക്ക് ഇവിടെ ഇങ്ങനെ റൂം ചെയ്യുമ്പോ അത് ആരാലും ചോദിക്കുമല്ലോ. ഓക്കെ. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ യൂറിൻ കളയാൻ വേണ്ടി ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂബ്രിക്കൻ ജെല്ലോ അല്ലെങ്കിൽ ഒരു നോർമൽ സലൈനിലെങ്കിലും ആ ട്യൂബ് ഒന്ന് നമ്മൾ ഡിപ്പ് ചെയ്യും, ഒരു ഇൻസേർഷന്. അതുപോലും അവർ ചെയ്തില്ല. ഓക്കെ. എന്റെ കുഞ്ഞിന്റെ അത് ബ്ലീഡായി. ഞാൻ അതും സഹിച്ച് ഞാൻ നിന്നു. അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്റെ പ്രിയ സഹോദരങ്ങളെ അവിടെ കിട്ടുന്നത്. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾ ഇത് പറയുക. നാളെ എന്ത് കോൺസിക്വൻസ് ചെയ്യുന്ന പോലെ ഫേസ് ചെയ്യേണ്ടതുപോലെ നിങ്ങൾക്ക് ആർക്കും വരത്തില്ല. കാര്യം നിങ്ങൾ അത്രയ്ക്ക് ഇതുമായിട്ട് ബന്ധമുള്ള വ്യക്തികളാണ് ഞങ്ങള്. പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയോ സഭാപരമായിട്ടോ ഒന്നുമല്ല. ഇത് വ്യക്തികളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. കാര്യം ഒരു സ്ത്രീ പലപ്പോഴും ഞങ്ങൾ ചിലപ്പോൾ നാളെ പറയും അവളുമാർ അഹങ്കാരികളാണ്, അവളുമാർ എന്ന് വന്നാൽ അടി ഉണ്ടാക്കും. കാര്യം അത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ കിംസിൽ പോകാറുണ്ട്, ഗോകുലത്തിൽ പോകാറുണ്ട്. എനിക്ക് വളരെ നല്ല സർവീസാണ് ഇവിടുന്ന് എല്ലാം കിട്ടുന്നത്. പിന്നെ ഇവിടെ മാത്രം എന്തോ ഇത്ര പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ മാത്രം അതിന്റെ പകുതി ഫെസിലിറ്റി ഇവിടെ കിട്ടാറില്ല. എന്ന് പോയാലും
പ്രശ്നം ഉണ്ടാക്കേണ്ട അവസ്ഥകളാണ്. കാര്യം ഒന്നും മിണ്ടാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ചിരിച്ച് കാണിച്ച് പോവാനാണെങ്കിൽ ഒരു പ്രശ്നവും കാണിക്കുന്ന വൃത്തികേടുകൾ മൊത്തം വെൽ ഡൺ എന്ന് പറഞ്ഞു പോവാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് മാനസികമായി ഒരുപാട് അടുപ്പമുള്ള എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ ആ സ്ഥാപനത്തിലുണ്ട്. പക്ഷെ ഇത്രയ്ക്കും വിഷമം വന്നതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം പറഞ്ഞത്. ഇല്ലെങ്കിൽ നാളെ ഇതിനെ വളച്ചൊടിച്ച് വേറെ തരത്തിലാക്കി വിടും. അതുകൊണ്ടാണ് എനിക്ക് പേടിയൊന്നുമില്ല. നാളെ ഈ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് ചോദിക്കാൻ കാരണമുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ മാത്രം വിഷമായിരുന്നത്. ഏതെങ്കിലും പള്ളി കൊണ്ട് അടക്കും, അത്രേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് ലോകം അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഇത് ഞങ്ങളുടെ ഇമോഷണൽ ആയിട്ട് ഞങ്ങൾ പറയുന്നതിന്റെ കൂടെ ഇതൊരു റിയാലിറ്റിയാണ്. ഞങ്ങൾ ഇന്ന് ഫേസ് ചെയ്ത വിഷമം നാളെ ഈ അഞ്ചലിലുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ലൈവ് എക്സ്പീരിയൻസ് ആണിത്. ഇത് ആർക്കും വരാതിരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞിന് ഭാഗ്യമുള്ളത് കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും അവക്കൊന്നും പറ്റിയില്ല. അവക്കിനി പറ്റാതിരിക്കട്ടെ. നല്ല മാനേജ്മെന്റ്. ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനോട് ഒന്നേ പറയാനുള്ളൂ, നല്ല ഡോക്ടേഴ്സ്. അവിടെ ഉള്ള എല്ലാ സീനിയർ ഡോക്ടേഴ്സിനും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. എന്റെ കുഞ്ഞിനെ നോക്കുന്ന നല്ല ഡോക്ടറാണ്. ഡോക്ടർ ലോലയൊക്കെ എത്ര നല്ല ഡോക്ടേഴ്സ് ആണ്. അവരാണ് ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കുഞ്ഞിനെ നോക്കിയത്. ഒരു പോറൽ പോലും കുഞ്ഞിനില്ല. പക്ഷേ എമർജൻസി മാനേജ് സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സിന് ഒരു പ്രശ്നമില്ല. ദേ ആർ വെൽ സെറ്റിൽഡ് ആൻഡ് നല്ല ട്രീറ്റ്മെന്റ് ആണ് തരുന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന എമർജൻസിയിൽ അറ്റ്ലീസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ, പ്രൊസീജിയർ, തിയറി അല്ല പ്രാക്ടിക്കൽ അറിയാവുന്ന ഡോക്ടേഴ്സിനെ ദയവ് ചെയ്ത് പ്ലേസ് ചെയ്യൂ. ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. പാവങ്ങളുടെ ലൈഫ് വെച്ച് നിങ്ങൾക്ക് മെഡിക്കലി പലതും ഫ്ലെക്സിബിൾ ആക്കി പറയാം. ബ്രോഡ് ഡെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റാക്ക് ആയിരുന്നു, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആയിരുന്നു, അങ്ങനെയുള്ള മെഡിക്കൽ ടേംസ് വെച്ച് നിങ്ങൾക്ക് എന്തും പറയാം. ഒരാൾ വന്നിട്ട് എങ്ങനെ മരിച്ചുപോയെന്ന് പോലും ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് മെഡിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനെ ഒന്നും പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ മിനിമം ഓരോ പേഷ്യന്റ് വരുമ്പോ അവർ പറയുന്ന കംപ്ലൈന്റ് ഒന്ന് മാനേജ് ചെയ്തിട്ട് അത്രയും മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.